അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൂറത്ത് സുമറിലെ ആദ്യത്തെ 8 ആയത്താണ് കാണാതെ അർത്ഥസഹിതം പഠിച്ചത്. 9ാമത്തെ ആയത്തിലാണ് നമ്മളുള്ളത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആയത്താണ്. ഒന്ന് ഒരുമിച്ച് ആദ്യം മുതൽ കാണാതെ ഒന്ന് ഒരുമിച്ച് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ. ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ ഹുവ കാദിബുൻ കഫാർ. ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാ സുബ്ഹാനഹു ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ് യുകവ്വിറുൽ ലൈല അലൻ നഹാർ വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ വസഖറശ് ശംസ വൽ ഖമർ കുല്ലൻ യജ്രി ലിഅജലിൻ മുസമ്മാ അലാ ഹുവൽ അസീസുൽ ഗഫാർ. ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3 ذلكم الله ربكم له الملك لا إله إلا هو فأنا إن تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم تعملون إنه عليم بذات الصدور. وإذا مس الإنسان ضر دعا ربه منيبا إليه ثم إذا خوله نعمة منه نسي ما كان يدعو إليه من قبل وجعل لله أندادا ليضل. قل تمتع بكفرك قليلا إنك من أصحاب النار. أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة. എടുത്തിട്ടുള്ളൂ. വയർജു റഹ്മത്ത് റബ്ബിഹി വരലെടുത്ത്. അപ്പോൾ ഒന്ന് പറയാം അർത്ഥം. അമ്മൻ ഹുവ, എന്താ അമ്മൻ എന്ന് പറഞ്ഞാൽ? അമ്മൻ എന്ന വാക്ക് അമ്മൻ എന്നുള്ള ഒറ്റ വാക്കല്ല,
അം പ്ലസ് മൻ, അതാണ് അമ്മൻ. അം എന്ന് പറഞ്ഞാൽ അതല്ല, അതല്ല ആണോ. അം എന്ന വാക്ക് കെലിമത്ത് മുക്കാറന എന്നാണ് ഇനി പറയാം. കെലിമത്ത് മുക്കാറന. മുക്കാറന എന്ന് പറഞ്ഞാൽ താരതമ്യം. അതായത് രണ്ട് വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറയാം. അം കെലിമത്തു മുക്കാറന. മുക്കാറന എന്ന് പറഞ്ഞാൽ താരതമ്യം. താരതമ്യത്തിനാണ് അറബിയിൽ മുക്കാറന എന്ന് പറയാം. മുക്കാറന, മുക്കാറന, കെലിമത്തു മുക്കാറന എന്നാണ് പറയാം. താരതമ്യം, മുക്കാറന. അപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതല്ല ഇതാണോന്ന്. അതല്ല ഇതാണോ എന്നാണ്. അം അതല്ല ആണോ. മൻ, എന്താ മൻ എന്ന് പറഞ്ഞാൽ മൻ, മൻ, യാതൊരുവൻ അല്ലെങ്കിൽ ആര് എന്നൊക്കെയാണ് മൻ പറയാം. അപ്പോൾ അം അതല്ല, മൻ യാതൊരുവൻ. അപ്പോൾ അമ്മൻ എന്ന് പറഞ്ഞ അർത്ഥം കിട്ടുക. ഇത് ഈ അം എന്നുള്ളതും മൻ എന്നുള്ളതും കൂടിയതാണെന്ത് അമ്മൻ. അമ്മൻ എന്നുള്ളത് ഒറ്റ വാക്കല്ല. ആയത്തിൻ്റെ തുടക്കത്തിൽ അമ്മൻ ഈ വാക്കാ കാണുക. ഈ വാക്കിൻ്റെ അർത്ഥമാണ് ഈ പറഞ്ഞത്. അമ്മൻ എന്ന് പറഞ്ഞത് ഒറ്റ വാക്കല്ല, അം പ്ലസ് മൻ എന്നാണ്. മൻ എന്ന് പറഞ്ഞാൽ യാതൊരുവൻ എന്നൊക്കെയാണ് മൻ. അം അതല്ല ആണോ. അപ്പം അമ്മൻ, അപ്പം അതല്ല ഒരുവനാണോ, അതാണ് അമ്മൻ. ഹുവ അവൻ. ഹുവ അവൻ ആരാണ്? ഖാനിത്തുൻ, ഭക്തനാണ്. കനത്ത യക്കുനുത്തു, കുനൂത്ത്. കുനൂത്ത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുണ്ടായതാണ് കനത്ത. ഖൂമൂ ലില്ലാഹി ഖാനിത്തീൻ, നിങ്ങൾ അടക്കത്തോടെ ഒതുക്കത്തോടെ നിസ്കരിക്കുകയും എന്നാണ്. അപ്പം ഖാനിത്ത് എന്ന് പറഞ്ഞാൽ കുനു. ചില ആൾക്കാർ കുനൂത്ത് ഓതി നിസ്കരിക്കാന്നൊക്കെ അർത്ഥം പറയാം. ഖൂമൂ ലില്ലാഹി ഖാനിത്തീൻ, നിങ്ങൾ കുനൂത്ത് ഓതി നിസ്കരിക്കുക. സുബഹി നിസ്കാരത്തിൽ കുനൂത്തിന് ചില ആളുകൾ പറഞ്ഞ ഖുർആനിലുണ്ടെന്നുകൊണ്ട് പറഞ്ഞ തെളിവാണ്. അത് ആ കുനൂത്തല്ലത്. മറിച്ച് എന്താണ്, ആ ആയത്തിറങ്ങാനൊരു കാരണമുണ്ട്. നിസ്കാരത്തിൽ അവർ പല രൂപത്തിലും കോലത്തിലും നിസ്കരിച്ചിരുന്നു. ആ നിസ്കാരത്തിൽ അടക്കം ഒതുക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞു, അത് കള്ളുടിച്ച് നിസ്കരിച്ചിരുന്നു. അന്ന് കള്ള് വിരോധിക്കുന്നതിന് മുമ്പ്, കള്ള് ഹറാമാക്കുന്നതിന് മുമ്പ് കള്ളു കുടിച്ചിട്ട് നിസ്കരിച്ചിരുന്നു. അപ്പോൾ തോന്നലമാരിയൊക്കെ നിസ്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹ് പറഞ്ഞു ഖൂമൂ ലില്ലാഹി ഖാനിത്തീൻ, നിങ്ങളെ നിസ്കാരത്തിനിടയ്ക്ക് വേറെ പണിയൊന്നും ചെയ്യരുത്. ഭക്തിയോടെ ഒതുക്കത്തോടെ, ഒതുക്കത്തോടെ. അപ്പോൾ അടക്കം ഒതുക്കം എന്നാണ് ഖാനിത്ത് എന്ന് പറഞ്ഞാൽ. കനത്ത എന്ന് പറഞ്ഞാൽ അടക്കമുണ്ടായി ഒതുക്കമുണ്ടായി എന്നാണ്. അതിനാണ് ഭക്തി എന്ന് പറയാം. ഭക്തൻ, അയാളൊരു ഭക്തനാണ് എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ചിട്ടവട്ടങ്ങളോടെ ജീവിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. തോന്നിയമാതിരി ജീവിക്കില്ല. ഭക്തൻ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാം. അപ്പോൾ ഈ ആയത്തിലുള്ള വാക്കെന്താണ്? വാക്കേതാണ്? ഖാനിത്സ് അല്ലേ? അമ്മൻ ഹുവ, അമ്മൻ അതല്ല ഒരുവനാണോ. ഹുവ അവൻ, ഹുവ അവൻ, ഖാനിത്തുൻ ഭക്തനാണ്, ഭക്തി കാണിക്കുന്നവനാണ് ഖാനിത്സ്. എപ്പോ? ആനാ അല്ലൈലി, രാത്രി സമയങ്ങളിൽ. ആനാ എന്ന് പറഞ്ഞാൽ സമയങ്ങൾ. ആനിൻ, ആനിൻ എന്ന വാക്കിൻ്റെ ബഹുവചനാണ് ആനാ. ആനാ, ആനൽ വക്തു എന്നൊക്കെ അറബി പറയും. ആനാ അല്ലൈലി, രാത്രി സമയങ്ങളിൽ. എങ്ങനെയാണ് ഭക്തി കാണിക്കുന്നത്? ഖായിമൻ, സാജിദൻ, സുജൂദ് ചെയ്യുന്നവനായി. ഖായിമൻ, ധാരാളം ഖുർആൻ ഓതി നിന്ന് നിസ്കരിക്കുക, ഖായിം എന്ന് പറഞ്ഞാൽ. അപ്പോൾ സുജൂദിലും ഖിയാമിലുമായി രാത്രി സമയങ്ങളിൽ ഭക്തി കാണിക്കുന്ന ഒരുവനാണോ. എന്താണ് ആ ഭക്തി കാണിക്കാൻ കാരണം? യഹ്ദറുൽ ആഖിറ, പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട്. യഹ്ദറു പറഞ്ഞാൽ ശരിക്ക് ആ വാക്കിൻ്റെ അർത്ഥം ജാഗ്രത കാണിച്ചു എന്നാണ്. ഹദറ യഹ്ദറു പറഞ്ഞാൽ ജാഗ്രത കാണിക്കുക. അതീവ ശ്രദ്ധക്കാണ് ജാഗ്രത എന്ന് പറയാം മലയാളത്തിൽ. അതീവ ശ്രദ്ധ. യഹ്ദറുൽ ആഖിറ, പരലോകത്തിൻ്റെ കാര്യത്തിൽ അതീവമായ ശ്രദ്ധ കാണിച്ചുകൊണ്ട്. പിന്നെയോ വയർജു റഹ്മത്ത് റബ്ബിഹി, റജാ യർജു എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷിക്കുക.
വയർജു അവൻ പ്രതീക്ഷിക്കുന്നു റഹ്മത്ത് റബ്ബിഹി തൻ്റെ നാഥൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും പിന്നെ പരലോകത്തിൻ്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ കാണിച്ചുകൊണ്ടും രാത്രികാലങ്ങളിൽ സുജൂദിലും ഖിയാമിലുമായി ഭക്തി കാണിക്കുന്ന ഒരുവനാണോ അതല്ല മേലെ പറഞ്ഞ ആയത്തിലുള്ള ഒരുവനാണോ ഉത്തമൻ? അതാണ് ചോദ്യം. മേലെ ആയത്തിൽ പറഞ്ഞ എന്താണ്? മേലെ ആയത്തിൽ ആരെ പറ്റിയാ പറഞ്ഞത്? ലുറ് വന്നാൽ, ജീവിതത്തിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ, ജീവിതത്തിൻ്റെ സുഖത്തിന് വേണ്ടി, ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം അള്ളാഹിനോട് ദുആ ചെയ്യും. അപ്പോൾ മാത്രം അള്ളാഹിന് ഓർമ്മ വരും. പെട്ടെന്ന് രോഗിയായി, അല്ലെങ്കിൽ വീട്ടിലെ കുടുംബത്തിനാർക്കും രോഗം വന്നു, സ്വന്തം ഭാര്യയ്ക്ക് വന്നു, മക്കൾക്ക് വന്നു, പ്രിയപ്പെട്ടവർക്ക് വന്നു, വല്ല ദുരന്തവും രോഗവും പ്രയാസവും, പെട്ടെന്ന് കച്ചവടത്തിൽ നഷ്ടം വന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? പടച്ചോനെ പടച്ചോനെ എന്ന് വിളിക്കും. അള്ളാഹിനെ നല്ല ഓർമ്മ ഉണ്ടാവും. ഇനി അതൊക്കെ ആണ്ട് രക്ഷപ്പെട്ടു പോയാൽ നസിയമാക്കാന യദോ ഇലഹിമിൻ ഖബിൽ, മുമ്പ് അങ്ങനെ പ്രാർത്ഥിച്ചതന്നെ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ ഒരു വിഷയം പ്രാർത്ഥിച്ചതന്നെ അവൻ ഓർമ്മ ഉണ്ടാവില്ല. അതിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ പറഞ്ഞു, പിന്നെ എങ്ങനെയൊക്കെയാണ് അവൻ പ്രാർത്ഥിക്കുക? ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഒക്കെ നമ്മൾ ആയത്തിൻ്റെ ഷറഹ് പറഞ്ഞ വേറെ ആയത്തിൽ പഠിച്ചതാണ്. എന്നാൽ പിന്നെ അതാണ്ട് ആ ബുദ്ധിമുട്ട് നീങ്ങി, പ്രയാസം നീങ്ങിയാൽ പിന്നെ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല അവനെ. അപ്പോൾ രണ്ട് വിഭാഗത്തെ അള്ളാഹു എടുത്തു പറയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ? ഇതിൽ ഞാൻ ഏതിലാ പെടുക എന്നാണ് ആലോചിക്കേണ്ടത്. അതിനാണ് അള്ളാഹ് ഇത് പഠിപ്പിക്കണത്. അതായത് അള്ളാഹിനെ നമ്മൾ വിളിക്കുന്നുണ്ട്, അള്ളാഹിനോട് പറയുന്നുണ്ട്, പറഞ്ഞത് മുഴുവനും ദുനിയാവിൻ്റെ കാര്യമാണ്, ദുനിയാവിൻ്റെ വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ദുനിയാവിലെ ഇടങ്ങേറും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുനിയാവിൻ്റെ സൗഖ്യങ്ങളും കാര്യങ്ങളും മാത്രം നമ്മൾ പറയണത്. അത് കിട്ടിയാൽ പിന്നെ നമ്മൾ ആ പ്രാർത്ഥിച്ചതൊക്കെ നമ്മൾ മറന്നു പോവാണ്. ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അള്ളാഹിനെ വിളിക്കും ഒക്കെ ഉണ്ട്, സംഗതിയൊക്കെ ശരി തന്നെയാണ്. എന്നാൽ വേറെ ചില ആൾക്കാർ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് അല്ലാത്തവരെയും വിളിക്കും. ഏറ്റവും വലിയ അക്രമം കാണിക്കുന്നുണ്ട്. ഇനി അള്ളാഹുവെ അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാത്ത ആൾക്കാരും അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരും എന്തുണ്ടാകുന്നുണ്ട്? ദുനിയാവിൻ്റെ കാര്യങ്ങൾ മാത്രം. റബ്ബന ആത്തിന ഫിദ്ദുനിയ അമിനന്നാസിമ യഖൂലു, ആയത്ത് നമ്പർ പോലും മറക്കൂല. അൽ ബക്കറിലെ 200-ാമത്തെ ആയത്താ. റബ്ബന ആത്തിന ഫിദ്ദുനിയ എന്ന് പറയും. ദുനിയാവ് മാത്രം ചോദിക്കുന്ന ആൾക്കാർ വമിനന്നാസി മനുഷ്യന്മാരെ കൂട്ടത്തിലുണ്ട്. വമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്തിൽ അവർക്കൊരു ഓഹരിയും കിട്ടൂല. അള്ളാഹ് പറഞ്ഞതാ. അപ്പം അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഉണ്ട് ഭൂമിയിൽ. അതിലാണോ നമ്മൾ പെടുക? അള്ളാഹ് പറഞ്ഞതാണ്. അതല്ല അമ്മൻ ഹുവ ഖാനിത്തുൻ, മറ്റു ചില ആൾക്കാരുണ്ട്, നല്ല ഭക്തരാണ് അവർ, അള്ളാഹിനോട് പറയുന്നുണ്ട്, സങ്കടം പറയുന്നുണ്ട് അവർ. പിന്നെ മാത്രമല്ല പരലോകത്തെക്കുറിച്ചുള്ള ഭയത്തോടെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് രാത്രിയിൽ പോലും ഖിയാമിലും സുജൂദിലുമായി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകളുമുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഏതിലാണ് പെടുക എന്നാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. അമ്മൻ, അതാണ് ഈ മൊക്കാറനെ താരതമ്യം. അതാണ്, അതായത് ഖിയാമുൽ ലൈൽ നിർവഹിക്കുക. അമ്മൻ ഹുവ ഖാനിത്തുൻ ആനാ അല്ലൈലി സാജിദൻ വ ഖായിമ. എന്താ ഏതാണ് ആ സുജൂദും ഖിയാമും? ഏതാണ്? ഖിയാമുൽ ലൈലാണ്. അപ്പം റമദാനിലെ പടച്ചോൻ തന്നെയാണ് ശവ്വാലിലും ഉള്ളത്. മനസ്സിലായല്ലോ? ഖിയാമുൽ ലൈൽ റമദാനിൽ മാത്രമാണോ? അല്ല. മാക്കാന യസിദ് ഫി റമദാന വലാ ഫി ഗൈരിഹി, റമദാനിൽ എല്ലാത്ത കാലത്തും ഉണ്ട് നിസ്കാരം. ആയിഷ റളിയല്ലാഹു തആല തന്നെ പറഞ്ഞു. അപ്പോൾ റമദാനിൽ നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുന്നു, അല്ലാത്ത കാലത്ത് വീട്ടിൽ നിന്ന് സ്വകാര്യമായി നിസ്കരിക്കുന്നു. എന്താ നിസ്കാരത്തിൻ്റെ പ്രത്യേകത അറിയോ? അത് മറക്കരുത്. ഈ ക്ലാസ് കഴിഞ്ഞാലും മറക്കാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ടോ നമ്മൾ അധ്വാനിച്ചതുകൊണ്ടോ ഒന്നും നടക്കൂല. അള്ളാഹിൻ്റെ പ്രത്യേക സഹായം ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പം നമ്മൾ ഈ ഇരിക്കണ ഇരുത്ത, ഈ പഠനം. ഖുർആൻ ക്ലാസ് അല്ല കേട്ടോ, ഖുർആൻ ക്ലാസ് അല്ല. ഖുർആൻ ക്ലാസ് എന്ന് പറയരുത്. ഖുർആന് തദ്ബീർ ചെയ്യുക, ഖുർആന്
തദ്ബീർ ചെയ്യുക, അങ്ങനെ തന്നെ പറയണം. അപ്പോൾ തദ്ബീർ ചെയ്യുമ്പോഴാണ് ഹൃദയത്തിൻ്റെ പൂട്ടൊക്കെ പൊളിച്ചിട്ട്, തദ്ബീർ ചെയ്യാത്ത ആൾക്കാരെ പറ്റി പറഞ്ഞത് ചങ്ങലിട്ട് പൂട്ടിയെന്നാണ്. അപ്പോൾ തദ്ബീർ ചെയ്യുമ്പോഴാണ് ഹൃദയം ചങ്ങലൊക്കെ തുറന്നിട്ട് പുറത്തേക്ക് അതൊക്കെ പൊട്ടിയിട്ട് ഹൃദയത്തിലേക്ക് കയറൽ തദ്ബീർ ചെയ്യുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ അങ്ങനെ രൂപത്തിൽ പഠിക്കുമ്പോഴാണ്. അങ്ങനെ ഖുർആൻ തദ്ബീർ ചെയ്യണമെങ്കിൽ തദ്ബീർ ചെയ്യാൻ അള്ളാഹിൻ്റെ പ്രത്യേകമായൊരു തൗഫീഖ് വേണം, അല്ലെങ്കിൽ നമുക്ക് അത് കിട്ടൂല. ആഗ്രഹിച്ചാൽ പിടി കുത്തിരിക്കലും പരി കുത്തിരിക്കലും റോട്ടുമേലിരിക്കലും ഉണ്ടാവുള്ളൂ, ഇങ്ങോട്ട് എത്തൂല. ആ സദസ്സിൽ വന്നിരിക്കാനും അത് പഠിക്കാനും ഖുർആൻ തദ്ബീർ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം കിട്ടേണ്ട ഒന്നാണ്. അത് ശരിക്കും മനസ്സിലാക്കിക്കോളെ. രണ്ടാമത്തെ വിഷയം ഇതാണ്. ഏത്? രാത്രി നിസ്കാരമാണ്. രാത്രി നിസ്കാരമാണ്. ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പൂതി വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അത് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ, കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേകത, ഒരിക്കലും ഒരു റിയാവും വരാത്ത ഒരു ഇബാദത്താണത്. ബാക്കി ഏത് ഇബാദത്തിനും എങ്ങനെയെങ്കിലും ഒരു റിയാവ് വന്നേക്കാം. എല്ലാം റിയാവ് ഉള്ളതാണെന്നല്ല പറഞ്ഞത്, റിയാവ് വന്നേക്കാം, സാധ്യത ഉള്ളതാണ്. ബാക്കിയുള്ള ഏതാണെങ്കിലും നമ്മൾ സ്വതക്ക ഈ കൊടുക്കുന്നു, ളുഹ്റിസ്കരിക്കുന്നു, അസറിസ്കരിക്കുന്നു, സുബീക്ക് ജമാഅത്തിന് വരുന്നു, ഇതിനൊക്കെ ചിലപ്പോൾ എന്തുണ്ടാകും, എന്തെങ്കിലും ഒരു ചെറിയ നിങ്ങൾ നേരത്തെ വരുമ്പോൾ പറഞ്ഞ മാതിരി ഒരു രജിസ്റ്റർ പള്ളിക്കൽ വെച്ചിട്ട് സുബീക്ക് വരാത്തവരൊക്കെ വരണമല്ലൊക്കെ ഒപ്പിടണമെന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ സെക്രട്ടറിനെ പേടിച്ചില്ലെങ്കിൽ വരി ഒപ്പിടണം വിചാരിച്ചിട്ടൊക്കെ ഇതൊക്കെ എങ്ങനെയെങ്കിലും ചെറിയൊരു റിയാ എങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ വരാം. പക്ഷേ രാത്രി നിസ്കാരത്തിൽ ഒരിക്കലും റിയാവ് വരാത്തൊരു കാര്യമാണത്. കാരണം ആരും അറിയില്ല, ഒറ്റക്കാണ്. മനസ്സിലായല്ലോ പറഞ്ഞത്? റിയാവോട് കൂടി ചെയ്യാൻ പറ്റാതെ, അതായത് അള്ളാഹിൻ്റെ പ്രത്യേകമായൊരു തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നിർവഹിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിച്ച് തുടങ്ങുക എല്ലാവരും. 3 റക്അത്തെങ്കിലും. നമ്മൾ ഇപ്പോൾ റമളാനിലെ അവസാനത്തിലൊക്കെ ഖിയാമുൽ ലൈൽ മണിക്കൂറുകളോളം നിന്ന് നിസ്കരിച്ച ആൾക്കാരാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് നിൽക്കാൻ പാടില്ല. സുബീൻ്റെ മുമ്പ്, സുബീക്ക് ഏതായാലും നമ്മൾ എഴുന്നേൽക്കും, ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 20 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 3 റക്അത്ത് നിസ്കരിക്കാം. ഫാത്തിഹയും ബീസ്മിയും കുല്യാൽ കാഫിറൂനും കുൽഹുവല്ലാഹു ഓതിയിട്ട് 3 റക്അത്ത് ഏറ്റവും ചുരുങ്ങിയത് നിസ്കരിക്കാം. അങ്ങനെ ശീലിക്കുക. അങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങിയാലൊരു ഗുണം എന്താ അറിയുമോ? ഞങ്ങൾക്ക് ഉറപ്പ് തരാം, ഒരു കാര്യം ഉറപ്പ് തരാൻ പറ്റും. ഇത് അള്ളാഹിൻ്റെ ഭവനത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ ഖുർആൻ, എല്ലാവരുടെ കയ്യിലും ഖുർആൻ ഉണ്ട്. ഖുർആൻ നമ്മളെ കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, ആരൊക്കെ നിസ്കരിക്കണോ അല്ലെങ്കിൽ നിസ്കരിക്കാത്തതൊന്നും ഇപ്പോൾ നമ്മൾ ചോദിക്കാൻ പാടില്ല, പറയാനും പാടില്ല. കാരണം അത് അങ്ങനത്തെ വിഭാഗത്താണ്. അപ്പോൾ നിസ്കരിക്കുന്നവർ അങ്ങേയറ്റം സന്തോഷിക്കുക. കാരണം എന്താ അറിയോ? കാരണം ഇനി അതിലപ്പുറം ഒരു വലിയ ഇബാദത്ത് നമുക്ക് ചെയ്യാനില്ല. അത് ചെയ്യാൻ തൗഫീഖ് തന്നിട്ടുണ്ടെങ്കിൽ, അത് നിർവഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ മരണം മാത്രമേ തടസ്സമുള്ളൂ സ്വർഗത്തിലെത്താൻ, വേറൊന്നുമില്ല. അതാണ്, അത് ഈമാനിൻ്റെ അങ്ങേ അറ്റത്തെ ഒരു അടയാളമാണ്, അലാമത്താണ്. ഒരു മനുഷ്യൻ്റെ ഈമാനിൻ്റെ അങ്ങേ അറ്റത്തെ ഈമാനിൻ്റെ അടയാളമാണ് രാത്രി നിസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു 3 റക്അത്ത് നിസ്കരിക്കാൻ പ്രതിജ്ഞ എടുത്ത് നിങ്ങൾ നിസ്കാരം ആരെങ്കിലും ഒരാൾ തുടങ്ങിയാൽ, നാളെ മുതൽ ഒരാൾ തുടങ്ങാൻ ഇവിടെ നിയ്യത്താക്കിയിരിക്കാം, ഞാൻ തുടങ്ങുമെന്ന് വിചാരിക്കാം. കൂടുതലൊന്നും വേണ്ട, 3 റക്അത്ത് ഞങ്ങൾക്ക് ഉറപ്പ് തരാം. അത് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയാൽ വല്ലാതെ ദിവസം താമസിക്കൂല. നിങ്ങൾക്ക് ആ 3 കൊണ്ട് തൃപ്തി വരില്ല. 3 കൊണ്ട് തൃപ്തി വരില്ല, പെട്ടെന്ന് നിങ്ങൾ 5 ആക്കും. 5 കൊണ്ട് തൃപ്തി വരില്ല, പെട്ടെന്ന് നിങ്ങൾ 7 ആക്കും. 7 കൊണ്ടും തൃപ്തി വരില്ല, 9 ആക്കും. 9 കൊണ്ടും തൃപ്തി വരില്ല, 11 ആക്കും. യാതൊരു സംശയക്കാര്യത്തിൽ വേണ്ട, ഞങ്ങൾക്ക് ഉറപ്പ് തരാണ്. 3 തുടങ്ങി നോക്കി നിങ്ങൾ. 3 തുടങ്ങാൻ നിങ്ങൾ പ്രതിജ്ഞ എടുത്താൽ ആ 3-ൽ നിൽക്കില്ല. 11 വരെ എത്രയും പെട്ടെന്ന് 11-ലേക്ക് എത്തും. അത് പഠിച്ചവൻ്റെ പ്രത്യേകമായ തൗഫീഖ് തന്നെയാണ്. അപ്പം അള്ളാഹു ചോദിക്കുന്ന ചോദ്യതാണ്, അമ്മൻ ഹുവ ഖാനിത്തുൻ ആനാ അൽ ലൈലി സാജിദൻ വ ഖായിമൻ യഹ്ദറുൽ ആഖിറ വ യർജു റഹ്മത റബ്ബി. അപ്പം ഈ വ്യക്തിയും
മുകളിൽ പറഞ്ഞ വ്യക്തിയും സമമാണോ എന്നാ ചോദിക്കുന്നത്. ഒരുപോലെയാണോ? അല്ല. രണ്ടുപേരും അള്ളാഹിനെക്കുറിച്ചുള്ള ബോധമുള്ള ആൾക്കാരാണ്, അള്ളാഹിനോട് കാര്യങ്ങൾ പറയുന്നവനാണ്, കാര്യങ്ങൾ ചോദിക്കുന്നവരാണ്. പക്ഷേ ആ രണ്ട് പേരും ഒരുപോലെയല്ല. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ ആളാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ആളാകണം തന്നെയാണ്. അവിടേക്കെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഈ ആയത്തിൻ്റെ ബാക്കി. ഇത് പഠിക്കാനുള്ള ആയത്തതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? എന്താണ് നമ്മുടെ കൈകളിൽ ഉണ്ടാകേണ്ടത്? നമ്മൾ ആരാകണം? ആഗ്രഹിച്ച് പൂതി വെച്ച് ഇരുന്നാൽ മതിയോ? ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കിട്ടുമോ? ഇല്ല. ആ അവസ്ഥയിലേക്ക് ഉയരണമെങ്കിൽ എന്തു വേണം? അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണ ആയത്ത്. അപ്പോൾ ചുരുക്കതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്നും കൂടി പറയാം. ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പഠിച്ചിട്ട് ആദ്യ ഭാഗം ഇനിയിപ്പോൾ ഇത് പഠിക്കാൻ പോണത് ഈ ആയത്തിൻ്റെ അവസാന ഭാഗമാണ്. അപ്പോൾ ആദ്യ ഭാഗം എന്താണെന്ന് അറിയണം, എന്നെങ്കിൽ അവസാന ഭാഗം മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കണത്. കഴിഞ്ഞ ക്ലാസ്സിലുള്ള ആൾക്കാർ ഒന്ന് അവർക്ക് വേണ്ടി സബൂറാക്കുക. അപ്പോൾ തൊട്ട് മുന്നിലെ ആയത്തിൽ പറഞ്ഞത് ഇദാ മസ്സൽ ഇൻസാന ദുർറുൻ ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി ثم إذا خوله نعمة منه نسي ما كان يدعو إليه من قبل وجعل لله أندادا ليضل عن سبيله قل تمتع بكفرك قليلا إنك من أصحاب النار. അതാണ് നമ്മൾ പറഞ്ഞത്. അതായത് അള്ളാഹിനെക്കുറിച്ച് ദുരന്തങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ മാത്രം അള്ളാഹിനെ വിളിക്കുകയും അത് നീങ്ങി നിഅമത്ത് കിട്ടിയാൽ അള്ളാഹിനെ മറക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ആണ് ഒന്നാമത്തെ ആയത്. രണ്ടാമതായി അള്ളാഹ് പറഞ്ഞു അങ്ങനെയുള്ള ഒരാളാണോ അമ്മൻ, അതല്ല ഒരുവനാണോ, ഹുവ അവൻ ഖാനിത്തുൻ ഭക്തനാണ്, ആനാ അൽ ലൈലി രാത്രി സമയങ്ങളിൽ, സാജിദൻ വ ഖായിമൻ സുജൂദിലായും ഖിയാമിലായും അവൻ ഭക്തി കാണിക്കും, യഹ്ദറുൽ ആഖിറ പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട്, വയർജു റഹ്മത്ത് റബ്ബിഹി തൻ്റെ നാഥൻ്റെ അനുഗ്രഹത്തെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും. ഇനി അതിൻ്റെ റജാ അല്ല റജാ ബിൽ അലിഫി, റജാ യർജു റജാ പ്രതീക്ഷ. സൂറത്ത് സജദ ഒന്ന് മറിക്കി. സൂറത്ത് സജദ രണ്ട് സജദ ഉണ്ട് കേട്ടോ. ഒന്ന് ഹാമീം സജദയാണ്, അതിൻ്റെ പേര് ഫുസ്സിലത്ത് എന്നാണ്. ഹാമീം സജദ ഫുസ്സിലത്ത്. മറ്റേത് വെറും സജദയാണ്, സജദ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റേത് ഹാമീം സജദയാണ്. ലുക്കുമാൻ 31-32 സജദ അസജദ. ഈ ആയത്തിൻ്റെ ഒരു ഷറഹാണ് ഈ പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ആയത്ത് മറിക്കാൻ പറഞ്ഞത്. നോക്കുക, 15-ാമത്തെ ആയത്ത് മുതൽ സജദയിലെ 15-ാമത്തെ ആയത്ത് മുതൽ കണ്ടോ? കണ്ടില്ലേ? എല്ലാവരും കാണണം. പതിനഞ്ചാമത്തെ ആയത്ത്. കണ്ടില്ലേ? നോക്കുക,
ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. നോക്കുക, ഇന്നമാ യുഅ്മിനു ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവർ ഇവർ മാത്രമാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസമുള്ളവർ ഇവർ മാത്രമാണ്. ആര്? അല്ലദീന, ഒരു കൂട്ടർ. ഇദാ ദുക്കിറൂ ബിഹാ, ആ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവരെ ഓർമ്മപ്പെടുത്തിയാൽ, ആ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവരെ ഓർമ്മപ്പെടുത്തിയാൽ ഖറൂ സുജ്ജദ, സുജൂദിലായി അവർ വീഴും, നാട്ടക്കുത്തി വീഴും. ഖറൂ സുജ്ജദ. ഈ ആയത്ത് നമ്മൾ ഓതുമ്പോൾ സുജൂദ് ചെയ്യേണ്ട, തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ട സ്ഥലമാണ്. വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം, അവരുടെ നാഥനെ സ്തുതിച്ചുകൊണ്ട് അവർ പ്രകീർത്തിക്കും. വഹും ലാ യസ്തക്ബിറൂൻ, അവർ ഒരിക്കലും അഹങ്കാരം അവർക്കുണ്ടാവില്ല, അഹങ്കാരം നടിക്കൂല. മനസ്സിലാണ്ടല്ലോ പറഞ്ഞത്? ഇനി ബാക്കി. തതജാഫാ ജുനൂബുഹും, അവരുടെ പാർശ്വഭാഗങ്ങൾ അകന്നു പോകും. അനിൽ മലാജിഇ, അവരുടെ കിടപ്പറകളിൽ നിന്ന്. മലാജിഅ കിടപ്പറ, ബെഡ്റൂം. മലാജി, മൽജഅ, മലാജിഅ കിടക്കുന്ന സ്ഥലമാണ് മൽജഅ. അവരുടെ പാർശ്വഭാഗങ്ങൾ അവരുടെ കിടപ്പറയിൽ നിന്ന്, ബെഡിൽ നിന്ന് അകന്നു പോകും. ട്ടാ, ഏതാണ്? ആനാ അല്ലൈലി സാജിദൻ വഖായിമാ എന്ന് പറഞ്ഞല്ലോ. ആനാ അല്ലൈൽ, അതാണ് രാത്രി സമയം എന്ന് പറഞ്ഞാൽ അതാണ് ഈ ബെഡ്റൂം. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ, അവരുടെ പാർശ്വഭാഗങ്ങൾ അവരുടെ കിടപ്പറയിൽ നിന്ന് അകന്നു പോകും. എന്തിന്? യദ്ഊന, അവർ പ്രാർത്ഥിക്കും, റബ്ബഹും, അവരുടെ റബ്ബിനോട്, ഖൗഫൻ, ഭയത്തോടെ, വ തമഅൻ, ആഗ്രഹത്തോടെ. നരകത്തെക്കുറിച്ചുള്ള പേടി, സ്വർഗത്തെക്കുറിച്ചുള്ള ആഗ്രഹം. ആ ത്വമഅാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റജാ കേട്ടോ. ആ ത്വമഅാണ്. അതായത് ഇവിടെ ഖൗഫ് പറഞ്ഞില്ലേ, ഈ ഖൗഫാണ് യഹ്ദറുൽ ആഖിറ എന്ന് പറഞ്ഞതിൻ്റെ ആയത്ത്. സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ, ആ യഹ്ദറുൽ ആഖിറ, ആ യഹ്ദറാണ് ഈ ഖൗഫ്. ഹദറ യഹ്ദറു, ഖാഫ യഖാഫു, ഖൗഫ്, ആ ജാഗ്രത, അതാണ് അതീവമായ ശ്രദ്ധ, പേടി, ഖൗഫ്, അതാണ് ഈ ഖൗഫാണ് ആ ഹദർ. പിന്നെ ത്വമഅൻ, ആ ത്വമഅാണ് വയർജു റഹ്മത റബ്ബിഹി എന്ന് പറഞ്ഞത്. ത്വമഅാണ്, ആ ത്വമഅ ഏതാണ്? റഹ്മത്ത്, റബ്ബിൻ്റെ റഹ്മത്ത് സ്വർഗ്ഗമാണ്. ആ സ്വർഗത്തെ പ്രതീക്ഷിക്കാം, അതാണ് ത്വമഅ എന്ന് പറഞ്ഞത്. ഈ ത്വമഅാണ് എന്ത്? റജാ നമ്മൾ പറഞ്ഞത്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർക്ക് ചിലവഴിക്കാൻ ഒരു മടി ഉണ്ടാവില്ല. ആ അമ്മൻ ഹുവ ഖാനിത്തുൻ ആനാ അല്ലൈൽ എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണമാണ് ഈ പറഞ്ഞത്. മനസ്സിലായല്ലോ? എന്നിട്ട് അള്ളാഹ് എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ ബാക്കി നോക്കുക. ഫലാ തഅലമു നഫ്സുൻ, ഒരാളും അറിയില്ല, ഒരാൾക്കും അറിയില്ല, മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ, അള്ളാഹു അവർക്ക് ഗോപ്യമാക്കി വെച്ച വസ്തു എന്താണ് എന്ന് ഒരാൾക്കും അറിയില്ല. അവരുടെ കണ്ണിന് കുളിർമ കിട്ടാൻ വേണ്ടിയിട്ട്, ജസാ ബിമാ കാനു യഅമൽ, അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് അവർക്ക് കിട്ടുന്ന കൺകുളിർമ കേട്ടാ. ഖുർറത്ത അഅ്യുൻ എന്ന് രണ്ട് കാര്യത്തെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. എൻ്റെ കൂടുതൽ പറയാം. ഖുർറത്ത അഅ്യുൻ എന്ന് പറഞ്ഞത് ഒന്നേതാ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ, സന്താനം എന്ന് മാത്രം പരുതിട്ടാ, ഭാര്യയും കൂടി ഉണ്ട്. ഭാര്യയും മക്കളും, അതാണ് ഖുർറത്ത അഅ്യുൻ. ഇനി രണ്ടാമത് പറഞ്ഞ ഖുർറത്ത അഅ്യുൻ സ്വർഗ്ഗാണ്. രഹസ്യമായി, അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും രഹസ്യമായ ഇബാദത്താണെന്ത്? രാത്രി നിസ്കാരം ഏറ്റവും രഹസ്യമായ ഇബാദത്താണ്. അല്ലാഹു തആല രഹസ്യമാക്കി ഗോപ്യമാക്കി വെച്ചിട്ടുണ്ട് അവർക്കുള്ള പ്രതിഫലം. അവർ പ്രവർത്തിച്ച ആ പ്രവർത്തിക്കുള്ള പ്രതിഫലം അല്ലാഹു ഗോപ്യമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ചോദിക്കുന്നത്, അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിക്കൻ ലാ യസ്തവൂൻ. കണ്ടാ,
ഇനി ആ ലാ യസ്തവൂന്മലാണ് ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ ബാക്കി തുടങ്ങാനുള്ളത്. ആയത്തുകൾ അതാണ് തദ്ബീർ ഖുർആൻ. ഈ ആയത്തിൽ പറഞ്ഞ ഈ ആയത്ത് ഇവിടെ അവസാനിക്കുകയാണ്. ലാ യസ്തവൂൻ ഈ ആശയം. ഈ യസ്തവൂന്മൽ വെച്ചിട്ടാണ് ഇനി അടുത്ത് നമുക്ക് ഈ പഠിക്കുന്ന ആയത്തിൻ്റെ ബാക്കി പഠിക്കാനുള്ളത്. കുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന അവർ തുടങ്ങാൻ പോവാണ്. ഇസ്തിവാ. അഫമൻ കാന മുഅ്മിനൻ, അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനും മുഅ്മിനിൻ്റെ നേരെ വരുന്ന ഫാസിക്ക് തോന്നിയ പോലെ ജീവിക്കുക, അവനും സമമാണോന്നാ? ഒരിക്കലും സമാവൂല. ലാ യസ്തവൂൻ. അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിക്കൻ ലാ യസ്തവൂൻ. അതാണ് ഇവിടെ ചോദിച്ചത്. അമ്മൻ ഹുവ ഖാനിത്തുൻ, അതാണ് അം കലിമത്തു മുഖാറന. അം എന്നത് കലിമത്തു മുഖാറന, താരതമ്യത്തിൻ്റെ വാക്ക്. അതാണ് അം, അതല്ല. മൻ യാതൊരുവനാണ്, അതാണ് അമ്മൻ. അമ്മൻ ഹുവ, അതല്ല ഒരുവനാണോ. ഹുവ അവൻ ഖാനിത്തുൻ ഭക്തനാണ്. അപ്പോൾ ഇവിടെ ഈ ഇതിൽ പറഞ്ഞ വിഷയം എന്താണ്? പാർശ്വഭാഗങ്ങൾ അവരുടെ ബെഡിൽ നിന്ന് അകന്നുപോയി എന്ന് പറഞ്ഞാൽ ഉറക്കിൽ നിന്ന് അവർ എഴുന്നേറ്റ് റുക്കുവും സുജൂദും ചെയ്ത് നിസ്കരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയാൽ അതിൻ്റെ ആ ഓർമ്മ അവർക്ക് മാത്രമേ ലഭിക്കുള്ളൂ എന്നർത്ഥം. ശരി, അപ്പോൾ അതാണ് നിൽക്കട്ടെ. ഇനി നമ്മൾ ഇതേപോലെ രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകൾ ഇൻഷാ അല്ലാഹ് വരാണ്ട് നമുക്ക് ആ സന്ദർഭങ്ങളിൽ നമുക്കത് പഠിക്കാം. അപ്പോൾ ചുരുക്കതാണ്, 2 വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നു. അതിൽ ആരാകാനാണ് നമ്മൾ ആഗ്രഹിക്കണത്? ആരാകാൻ ആഗ്രഹിക്കണത്? രണ്ടാമത്തെ വിഭാഗം ആകണമെന്ന് ആഗ്രഹിക്കണത് അല്ലേ? ആവോ? രണ്ടാമത്തെ വിഭാഗം വെറുതെ പറയരുത്. അമ്മൻ ഹുവ ഖാനിത്തുൻ ആനാ അല്ലൈലി. നോക്കി നിങ്ങൾ ആ നേരെ വിപരീതം നോക്കി. അത് ലുറുണ്ടാകുമ്പോൾ മാത്രം റബ്ബിനോട് ദുനിയാവിൻ്റെ ലുറ് മാത്രം പറഞ്ഞ് രോഗവും കഷ്ടപ്പാടും പ്രയാസവും നഷ്ടങ്ങളും ഒക്കെ വരുമ്പോൾ ഒക്കെ പറഞ്ഞ് പടച്ചോനെ പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പടച്ചോനെ നിയമത്ത് കൊടുക്കുമ്പോൾ നസിയമാക്കാൻ യദൂ ഇലൈഹി മിൻ ഖബിൽ പ്രാർത്ഥിച്ചതൊക്കെ മറന്നു. പിന്നെ അടുത്തത് ഇങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനി അടുത്ത റമദാൻ വരണം. കാലങ്ങൾക്കും സമയങ്ങൾക്കും സന്ദർഭങ്ങൾക്കും ഒക്കെ അനുസരിച്ചിട്ടാണ് ഈമാന്. അങ്ങനെ ഈമാനുള്ള കുറച്ച് ആളുകൾ, അവനെ ഭക്തൻ ഖാനിത്തി എന്ന് പറയാൻ പറ്റൂല. ഒരു സീസൺ ബന്ധമായ ഇബാദത്ത്, അതിൽ ബന്ധപ്പെട്ട തഖ്വ, അതിൽ ബന്ധപ്പെട്ട അതൊന്നും മുസ്ലിമീങ്ങൾക്കില്ല. അങ്ങനെ ഇനി പഠിക്കാൻ പോണ ആയത്തിൻ്റെ പ്രസക്തിയിലേക്ക് നമ്മൾ വരണത്. ഒരു മരിച്ച മയ്യത്തെറ്റി ഇരുന്നില്ലേ 3 മാസം അല്ലേ? എന്താ അള്ളാഹു തആല മനുഷ്യന്മാർക്ക് കൊടുത്ത ആയത്തറിവ് എന്താ അറിയോ? മനുഷ്യനെ ഭൂമിയിൽ പടച്ചിട്ട് അള്ളാഹു തആല മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്ത ആദ്യത്തെ പ്രാക്ടിക്കൽ അറിവ് എന്താ അറിയോ? തിയറി അല്ല. ഒരു അറിവിന് 2 ഘട്ടമുണ്ട്. ഒന്ന്, നമ്മളെ കുട്ടികൾ തിയറി പഠിക്കുന്നുണ്ട്, പ്രാക്ടിക്കലുണ്ട്, രണ്ടുമുണ്ട്. ഇത് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ചു, തിയറി അല്ല, പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ചു. ആദ്യത്തെ പഠിപ്പിക്കൽ അതാ. എന്താ? മരിച്ചാൽ കുഴിച്ചിടണമെന്ന്. മനസ്സിലായി? ആദ്യത്തെ പഠിപ്പിക്കൽ അതാ. മരിച്ചാൽ വേഗം മണ്ണിൻ്റെ ഉള്ളിലാക്കണം എന്നുള്ള പഠിപ്പിക്കൽ ആദ്യം പഠിപ്പിച്ചത്. മനുഷ്യ ചരിത്രത്തിലെ മനുഷ്യന്മാർ മരിച്ചു തുടങ്ങുകയാണ്. ആദ്യമായി മരിച്ച മനുഷ്യനാരാ? നബിയാ? അല്ല. ആരാണ്? ഹാബിലാണ് മരിച്ചത്. അല്ല, കാബീലാണ് മരിച്ചത് അല്ലേ? കാബീലാണ് മരിച്ചത്. ആ മരണം, ആദ്യത്തെ മരണം കൊലപാതക. ആദ്യത്തെ മരണം, ഭൂമിയിലെ മനുഷ്യൻ്റെ ആദ്യത്തെ മരണം തന്നെ കൊലപാതക. അതുകൊണ്ട് എന്തൊക്കെയാണ് ബനി ഇസ്രായേലിയർക്ക് ഉണ്ടായതെന്നൊക്കെ ഖുർആനിൽ പിന്നെ പറയുന്നത് വേറെ വിഷയമാണ്. അപ്പോൾ അള്ളാഹു തആല ബാസല്ലാഹു ഖുറാബൻ, കാക്കനെ അയച്ചു. മനുഷ്യൻ്റെ ആദ്യത്തെ ഉസ്താദ് കാക്കൻ, ആദ്യത്തെ ഉസ്താദ്. എന്നിട്ട് മണ്ണ് മാന്തിയിട്ട് കാണിച്ചു കൊടുത്തു. ലിയുവാരി സൗഅത്ത അഖി, എൻ്റെ സഹോദരൻ്റെ മൃദുശരീരം എങ്ങനെ മറമാടണമെന്ന് കാക്ക കാണിച്ചു കൊടുക്കുകയാണ്. ലിയുവാരി സൗഅത്ത അഖി. അപ്പോഴാണ് പറയണത് എന്ത്? പടച്ച എൻ്റെ നാശമേ, എൻ്റെ നഷ്ടമേ, സങ്കടമേ, അജസ്തുമേ, ഞാൻ അശക്തനായി പോയല്ലോ. മിഥല ഹാദൽ ഖുറാബ്, ഈ കാക്കൻ്റെ പണി പോലും എനിക്ക് ചെയ്യാൻ അറിയില്ലല്ലോ അല്ലേ? മരിച്ചവരെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞ ധാർഷ്ട്യത്തോടു കൂടി പറഞ്ഞ 2 ആളേ ഉള്ളൂ. ഞാൻ ജീവിപ്പിക്കുന്നു. ഈസാ നബി പറഞ്ഞിട്ടില്ല ഞാൻ ജീവിപ്പിക്കുന്നു.
ഞാൻ ജീവിപ്പിക്കുന്നു പറഞ്ഞ രണ്ടാളേ ഉള്ളൂ. ഒന്നാരാ? ഫിറൗനും മറ്റേത് നമ്രൂദും. മനസ്സിലായില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പേരോടിൻ്റെ ഒരു ക്ലിപ്പ് കേട്ടു. അദ്ദേഹം ഇങ്ങനെ ഈ സംഭവം പറയുന്നുണ്ട്. അത് ഇതിനെ എതിർത്തിട്ടാണ് പറയണത്. പക്ഷെ അതൊക്കെ എവിടെ എത്തി എന്നുള്ളതൊക്കെ വേറെ കാര്യം. ഇപ്പം ഇന്നലെ CM മക്കാമിൽ ഒരു കൊലപാതകം നടന്നതാണ്. ഒരു കുട്ടീനെ അവിടെ ഇട്ടിട്ടാണ് കുത്തിയത്. CM മക്കാമിൻ്റെ ഓരോ ക്യാമ്പസിലെ പള്ളിയിൽ വെച്ചിട്ടാണ്. അസുഖമുള്ളവരൊക്കെ വരണുണ്ട്. ഏറുവാടിക്കും ഇവർക്കൊക്കെ പോണ പോലെ അസുഖമുള്ളവർ വരണുണ്ട് അവിടെ. അങ്ങനെ ഒരുത്ത അസുഖമുള്ള വന്നാ ഓനാണ് കുത്തിയത്, ഈ കുട്ടീനെ കുത്തിയത്. നന്നായിട്ട് ചിന്തിക്കേണ്ട വിഷയം. വെറുതെ നമ്മളെ ബുദ്ധി നമ്മൾ ആലോചിക്കുക എവിടേക്കാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അവിടെ പോയിട്ടാണ് ഈ കുടുംബത്തിന് ഇൽഹാമ് കിട്ടിയെന്നാണ് പറഞ്ഞത്. മരിച്ചോര് ജീവിപ്പിക്കാനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടെന്നുള്ളത്. ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്താ? ഇപ്പം മമ്പർത്ത തങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയൊരു യോദ്ധാവായിരുന്നു, വലിയൊരു പോരാളിയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്. മമ്പർത്തങ്ങൾ ഒരു മഹാനായ മനുഷ്യൻ. എവിടെ എത്തിയെന്നറിയാം. അദ്ദേഹത്തെ പറ്റി എന്തൊക്കെ പറഞ്ഞ് പഠിച്ചോ? അദ്ദേഹം പൊറുക്കോ? മമ്പർത്തങ്ങൾ പൊറുക്കോ? മമ്പർത്തങ്ങൾ മഹാനാണ്. പക്ഷെ അദ്ദേഹം ജീവിച്ച പോലല്ല ആൾക്കാർ ജീവിക്കണത്. മരിച്ചപ്പം അദ്ദേഹത്തിൻ്റെ ഖബറ് വരുമാനാക്കി മാറ്റിയാണ്. അദ്ദേഹത്തെ പറ്റി പിൻകാലത്ത് പറഞ്ഞുണ്ടാക്കിയത് അദ്ദേഹം മരിച്ചവരെ ഒന്നോ രണ്ടൊന്നല്ല പല മരിച്ച ആൾക്കാരും ജീവിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതപ്പോൾ ഇവിടെ താനാളൂരുള്ള ഒരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതൻ്റെ ക്ലിപ്പ് ഇപ്പം ഇന്നും ഞാൻ കേട്ടു. ഇങ്ങനെ പ്രസംഗിക്കുക തന്നെയാണ്. ആർക്കും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ ഇപ്പോഴും ഉണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം. മരിച്ചവരെ ജീവിപ്പിച്ച കഥ പറയുന്നുണ്ട്. മമ്പർത്തങ്ങൾ മരിച്ചവരെ ജീവിപ്പിച്ച കഥ പറയുന്നുണ്ട്. അള്ളാഹ് എന്താ പറഞ്ഞത്? മരിച്ചവരാര് ജീവിപ്പിക്കുന്ന പറഞ്ഞേ? മുഹീൽ മൗത്ത് ആരാ? മുഹീൽ മൗത്ത് അള്ളാണ്. അള്ളാഹുവിനല്ലാതെ കഴിയില്ല. അള്ളാഹിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ് മരിച്ചവർ ജീവിപ്പിക്കുക എന്നുള്ളത്. വേറെ ആർക്ക് പറ്റും? എന്താണ് ഈ മൂജിസത്ത് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം എന്താ? മൂജിസത്തിൻ്റെ അർത്ഥം എന്താ? അമാനുഷികം എന്ന് പറയുന്ന അർത്ഥം മനുഷ്യന്മാർക്ക് കഴിയാത്ത കാര്യം, മനുഷ്യന്മാർക്ക് പറ്റാത്ത കാര്യം. ഒരിക്കലും മനുഷ്യന് പറ്റൂല. പിന്നെ ഈസാ നബി ചെയ്തത്, ഈസാ നബി പ്രവാചകനാണെന്നുള്ള തെളിവ് അള്ളാഹ് കാണിച്ചു കൊടുക്കുകയാണ്. അള്ളാഹാണ് കാണിച്ചു കൊടുക്കണത്. അതാണ് മൂജിസത്ത്, അമാനുഷികം, മനുഷ്യന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത. എന്നിട്ട് കാത്തിരുന്നു. അപ്പം ഇത് എന്തിനു വേണ്ടിയാണ് കാത്തിരുന്നത്? ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്? ആരാത് പറഞ്ഞു കൊടുത്തത്? ഒരു പാവം കുടുംബം. ഒരു പെരുന്നാൾ കഴിഞ്ഞു പോയി, റമദാൻ മാസം കഴിഞ്ഞു പോയി, ഒരു മയ്യത്ത് പെരിയിൽ വെച്ചിട്ട് ഒന്നായിട്ട് പൊട്ടി ഒഴുകിയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. ബുദ്ധിക്ക് തിരക്കടില്ലല്ലോ. മണം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി കർപ്പൂരം മറ്റേ കുന്തിർക്കൊക്കെ മണപ്പിച്ചിട്ട് വാസനിപ്പിച്ചൊക്കെ ചെയ്ത്, ഇതിനൊക്കെ നല്ല ബുദ്ധിയും സാമർഥ്യം ഉണ്ടല്ലോ. അവശനായി വീണപ്പം ഒരു പുതപ്പിട്ട്. അപ്പം ഇയാൾ പറഞ്ഞ ഈ പേരോടിൻ്റെ ക്ലിപ്പിൽ എന്താ അറിയോ? ഇയാൾ പറഞ്ഞത് പിഴച്ച തൊരീക്കത്ത് നിന്നാണ്. ആ തൊരീക്കത്ത് ആരാണ്? ഈ തൊരീക്കത്ത് ആരാ പ്രോത്സാഹിപ്പിക്കുന്നത്? തൊരീക്കത്തിനെ പിഴച്ച തൊരീക്കത്ത്. അതിന് കാരണം മൂപ്പര് പറഞ്ഞത്, ആ കുടുംബത്തിലൊരു വലിയ പെണ്ണുണ്ട്. ആ പെണ്ണ് ഇതിൻ്റെ മുമ്പ് ഇതേമാതിരി ഓർമ്മട്ട് വീണത്രേ. ഓർമ്മട്ട് വീണപ്പോൾ ഇവർ നേരെ ഈ ഷെയ്ഖിൻ്റെ അടുത്ത് ചെന്നു. ഷെയ്ഖ് പറഞ്ഞാൽ അത് കുറച്ചൊക്കെ നീച്ചോളുന്നു. അത് ഓർമ്മട്ടത്, അത് മരിച്ചതാണ്. അത് ഓർമ്മട്ടതാണ്. കുറച്ച് കഴിഞ്ഞാൽ നീച്ചോളെന്ന് പറഞ്ഞാല അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നീച്ചു പോവുകയും ചെയ്ത്. ഇത് മരിച്ചെന്ന് പറയുമ്പോഴും പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നീച്ചോളുന്നു. അതവിടെ വെച്ചു, അവിടെ മൂടിയിട്ടു. വീണിട്ട് അവശനായി വീണിട്ട് മരുന്നും വെള്ളം കൊടുക്കാതെ മന്ത്രം ചൊല്ലിയെന്ന് പറഞ്ഞു ചുറ്റിയിരുന്നിട്ട്. എന്നിട്ട് നിശ്ചലമായി മരിച്ചപ്പം അതിൻ്റെ മേലെ തുണിയിട്ട് മൂടി. എന്നിട്ട് അവിടെ പൊട്ടി ഒഴുകുകയാണ് ശരീരം. ഈ ഒരു സിസ്റ്റം കൊടുക്കാൻ പോകണ നിങ്ങൾ. മരിച്ചവരെ കബറടക്കാത്ത സംസ്കാരം ആരുടെ അറിയോ? പൗരാണിക ഈജിപ്തിൻ്റെ സംസ്കാരമാണ്. ഈജിപ്തിൽ പോയി പഠിച്ചു വരുന്ന ചില ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഈജിപ്തിൽ വലിയ സർവകലാശാല ഉണ്ട്, പേരൊന്നും ഇപ്പം ഞാൻ പറയണ്ട, അതിലേക്കാണ് ചേർത്താൽ മതി. അതിലേക്ക് ചേർത്ത് പേര് പറയണ ഈജിപ്തിലെ വലിയ സർവകലാശാലയിൽ പോയി പഠിച്ച കുറച്ച് ആൾക്കാരുണ്ട്. ഈജിപ്തിൻ്റെ പൗരാണിക സംസ്കാരം മരിച്ചാൽ കുഴിച്ചിടാതെ കുടലൊക്കെ ചോർത്തിയിട്ട് ദ്രാവകം ഉപയോഗിച്ചിട്ട് തുണി പൊതിഞ്ഞിട്ട് മമ്മിയാക്കി വെക്കുക. ലോകത്തെ ഏറ്റവും വലിയ പിരമിഡൊക്കെ ഈജിപ്തിലാണുള്ളത്. മരിച്ച ആൾക്കാരെ കുഴിച്ചിടാതെ ശരിയെ പൊതിഞ്ഞിട്ട് വെക്കുക. അവരുടെ പുനരുദ്ധാരണ വിശ്വാസം, ബാസിനെ കുറിച്ചുള്ള വിശ്വാസമാണ് ഇന്ന് ഇവർ വെച്ച് പുറത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാരാണ് കൊണ്ടുവരുന്നത്? നിസ്സാര ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, വലിയ ഗുരുതരമായ സംഗതിയാണ്. ഇതൊന്നും പൊളിഞ്ഞതേ ഉള്ളൂ.
എല്ലാറ്റിനെയും ബിസിനസ്സാക്കുകയാണ്. ഇപ്പം നമ്മൾ തിരൂർ തുഞ്ചൻ പറമ്പിലും അവിടെയും ഇവിടെയൊക്കെ എഴുത്തിനിരുത്തുന്നതും ഒക്കെ അതേ എഴുത്തിനിരുത്തലാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ ഏതൊക്കെ രംഗത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും അവിടെയൊക്കെ ദീനിനെ കൊണ്ട് ഇരുത്തിയിട്ട് അതൊക്കെ ബിസിനസ്സാക്കാനുള്ള ശ്രമം. തൗബ, ദിക്ർ, സലാത്ത്, ഇതെല്ലാം. അപ്പോൾ അവിടേക്കാണ് നമ്മുടെ നാട്. അപ്പോൾ എന്താ വേണ്ടതെന്നറിയോ? ദീന് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ബേസിക് എന്താണ്? അതാണ് ഞാൻ അടുത്ത് പറയാൻ പോണ ആയത്തിൻ്റെ ഈ ബാക്കി. അതാണ് എന്താണ് വേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ ഭക്തിയോടുകൂടി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നു. അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അതാണ് രാത്രി സമയങ്ങളിൽ എഴുന്നേറ്റ് റുക്കൂഇലും സുജൂദിലും ഖിയാമിലും ഒക്കെ ആയിട്ട് നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല കൊടുക്കുന്ന വലിയ തൗഫീഖാണെന്ത്? അള്ളാഹുവിൻ്റെ ഒരു ഹിമായത്ത്, ഒരു സംരക്ഷണം ഉണ്ടാവും എന്നുള്ളത്. അത് അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ്. ശരി, അത് നിർവഹിക്കണമെങ്കിൽ ഈ രണ്ട് വിഭാഗത്തിൽ ഈ വിഭാഗമായി രണ്ടാമത്തെ വിഭാഗമായി മാറണം എന്ന നമ്മുടെ അടങ്ങാത്ത ആഗ്രഹം നേടിയെടുക്കണമെങ്കിൽ എന്തു വേണം? ബാക്കി നോക്കാം. ഖുർആനിലേക്ക് വരാം. അപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വേണ്ട കാര്യമാണ്. ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വേണ്ടത് രണ്ട് തരം ആളുകളെ അള്ളാഹു ഈ ആയത്തിൽ പറയുന്നു. ഇതിൽ രണ്ടാമത്തെ ആളാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതാണ് കുൽ. കണ്ടല്ലേ? കുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഓതട്ടെ. കാണാതെ പഠിക്കണ വരെ ഓതിക്കോളി. ഓതന്നെ. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂൻ. ഓതട്ടെ. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂ. ഒന്നുകൂടി. ഖുൽ ഹൽ യസ്തവില്ലദീന. കാണാതെ കാണാ. ഖുൽ ഹൽ യസ്തവില്ലദീന. കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് തൽക്കാലം ഇവിടെ നിർത്തുന്നത് കേട്ടോ. ഒന്നുകൂടി. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂ. ഒന്നുകൂടി. കാണാതെ. വല്ലദീന ലാ യഅലമൂൻ. വല്ലദീന ലാ യഅലമൂൻ. തലക്കന്നെ. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ. ഒന്നും കൂടി. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ. ഒന്നും കൂടി. കാണാതെ. ഒന്നുകൂടി. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന. കാണാതെ. ഒന്നുകൂടി. ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഓർമ്മയിലേക്ക് മനസ്സിലിങ്ങനെ വരേണ്ട, എപ്പോഴും നമ്മളെ മനസ്സിൽ അലതല്ലേണ്ട ഒരു ആയത്താണിത്. എപ്പോഴും ഇങ്ങനെ നമ്മൾ നാവിൻ തുമ്പിലൂടെ ഇങ്ങനെ വരണം ഈ ആയത്ത്. ഒന്നുകൂടി. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന. ഒന്നുകൂടി. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന. ഒന്നുകൂടി. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ. കാണാതെ.
കാണാതെ ഓതിയത് ഉറപ്പാണോ? ഒന്നും കൂടി. ശ്രദ്ധിക്കുക. അപ്പം പറഞ്ഞ കാര്യം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അമ്മനഹുവ കാനിത്തു നാന അല്ലൈലി, അത് ആ വിഭാഗത്തിൽ പെടണം എന്നാണ്. അതിൽ ഉൾപ്പെടണമെങ്കിൽ എന്താണ് നമ്മുടെ കയ്യിൽ വേണ്ടത്? ഈ താരതമ്യ പഠനത്തിന് അള്ളാഹു തആല ഒരു സമാപ്തി, ഒരു പരിസമാപ്തി എന്നോണം ഒരു അള്ളാഹു തആല ഒരു കാര്യം പറയണം. ശ്രദ്ധിക്കുക. കുൽ, നബിയെ ചോദിക്കുക. ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. ഞാൻ എഴുതാൻ പറയുമ്പോൾ എഴുതിയാൽ മതി. ഏതാ നിങ്ങൾക്ക് സമയം തരാം, അപ്പം എഴുതിയാൽ മതി. കുൽ, നബിയെ ചോദിക്കുക. ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. എല്ലാവരും ഓരോ വാക്കും ശ്രദ്ധിക്കുക. ഹൽ ആണോ? ഹൽ എന്ന വാക്ക് ഒരു ചോദ്യചിഹ്നമാണ്. അദവാത്തുൽ ഇസ്തിഫ്ഹാം എന്നാണ് ആ വാക്കിന് പറയാം. ഇസ്തിഫ്ഹാമിൻ്റെ അദവാത്തുകളിൽ പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു വാക്ക്, ചിഹ്നം. ഹൽ ആണോ? എന്താണ് ഹൽ എന്ന് പറഞ്ഞാൽ? ആണോ. അടുത്ത വാക്ക് യസ്തവി എന്നാണ്. യസ്തവി എന്നാണ്. ഇസ്തവ, അതിൻ്റെ മാളി ഇസ്തവ. അതിൻ്റെ മുലാരിയാണ് എന്ത്? യസ്തവി. യസ്തവി. അതിൻ്റെ മസ്തർ ഇസ്തിവാ. ഇസ്തവ, യസ്തവി. ഇസ്തിവാ. നമ്മളെ ഇമാമിമങ്ങളെ ഇസ്തവു എന്നൊക്കെ പറഞ്ഞ കേൾക്കാം അല്ലേ? ഇസ്തവ എന്ന് പറഞ്ഞാൽ സമമായി എന്നാണ്. ഇസ്തവ സമമാവുക. ഇസ്തവ. സവാ ഉണ്ടല്ലോ, സവാ. സവാ ഉൻ അലൈഹിം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സവാ. ഇസ്തവ സമമായി. യസ്തവി എന്താ അർത്ഥം കിട്ടുക? സമമാകുന്നു അല്ലെങ്കിൽ സമമാകും. അതാണ് ഇസ്തിവാ, സമമാകൽ. മാദി മുലാരി മസ്ദർ. ഇതിൽ ഏതാണ് ആയത്തിലുള്ളത്? ഇസ്തവയാണോ യസ്തവിയാണോ ഇസ്തിവ ആണോ? യസ്തവി. അപ്പൊ ഹൽ യസ്തവി, സമമാകുന്നുവോ? എന്താണ്? സമമാകുന്നുവോ? അതാണ് ഹൽ. ഹൽ യസ്തവി. യസ്തവി എന്ന് പറഞ്ഞാൽ സമമാകുന്നു. ഹൽ യസ്തവി, സമമാകുന്നുവോ? അതാണ്. കുൽ, നബിയെ ചോദിക്കുക. ഹൽ യസ്തവി, എന്താണ്? സമമാകുന്നുവോ? അല്ലദീന, ഒരു കൂട്ടർ. അല്ലദീന എന്നുള്ളത് ഇസ്മാണോ ഫെയിലാണോ ഹർഫാണോ? വടി കുറഞ്ഞേക്കേണ്ടി വരും. ഞാൻ പഠിപ്പിച്ച 2-3 തവണ പഠിപ്പിച്ചതാണ് അല്ലദീ എന്നുള്ളത്. അസ്മാഉൽ മൗസൂലാണ്. അസ്മാഉൽ മൗസൂലാണ്. എത്ര എണ്ണാണ് അസ്മാഉൽ മൗസൂല? അല്ലദീ, അല്ലദാനി, അല്ലദീന, അല്ലത്തി, അല്ലത്താനി, അല്ലാത്തി. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട്, വരും ചെയ്യും. അത് ഞാൻ അന്നേ പഠിപ്പിച്ചതാണ്. അതായത് അറബിയിൽ 3 തരം കെലിമത്തേ ഉള്ളൂ. കെലിമത്തൊരു വാക്ക്. ഇപ്പം കുൽ, ഹൽ, യസ്തവി, ഇതൊക്കെ ഓരോരോ വാക്കാ. ഈ 3 വാക്ക്, ഈ വാക്കുകളൊക്കെ 3 തരേ ഉള്ളൂ. ഒന്നുകിൽ അത് ഇസ്മാകണം, ഒരു നാമമാകണം, അല്ലെങ്കിൽ ഒരു ഫിഅലാകണം അഥവാ ക്രിയയാകണം, അല്ലെങ്കിൽ ഒരു ഹർഫാകണം അഥവാ കേവലാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിനോട് ചേരുമ്പോൾ മാത്രം അർത്ഥം കിട്ടുന്നതായിരിക്കണം. അലാ ഫീ മിൻ ബി എന്നൊക്കെ പറഞ്ഞ പോലെ ഈ 3 ടൈപ്പ് കലിമത്തേ ഉള്ളൂ. അപ്പോൾ അല്ലദീന എന്നുള്ളത് ഏതിലാണ് പെടുക? ഇസ്മിലാണോ പെടുക? ഫിഅലിലാണോ ഹർഫിലാണോ പെടുക? അല്ലദീന എന്നുള്ളത് ഇസ്മ, ഒരു നാമമാണോ അതോ ഒരു ക്രിയയാണോ? എന്താണ് സംഭവം? അല്ലദീന ഒരു കൂട്ടർ. അപ്പം എന്തായിരിക്കും അത്? ഒരു കൂട്ടർ എന്ന് പറഞ്ഞൊരു ക്രിയ ഉണ്ടോ? ഉണ്ടാവില്ലല്ലോ. നാമാണ്, ഇസ്മല്ലേ. ആ ഇസ്മിനൊരു പ്രത്യേകത ഉണ്ട്. ആ ഇസ്മിനൊരു പ്രത്യേക പേരുണ്ട്. അൽവാസിൽ അങ്ങനെ ഇപ്പോൾ ചില അസ്മാ ഉണ്ട്, അസ്മാഉൽ ഖംസ എന്ന് പറഞ്ഞിട്ട്, പഞ്ചനാമങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചില ഇസ്മുകളുണ്ട്. അതിനൊക്കെ ചില പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട അതേപോലെയുള്ള വേറെ തരം ഇസ്മാണ് എന്ത്? അസ്മാഉൽ മൗസൂൽ എന്ന് പറഞ്ഞത്. അസ്മാഉൽ മൗസൂൽ, അസ്മാഉൽ മൗസൂല. അതായത് 2 സെൻറ്റൻസിനെ തമ്മിൽ ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇസ്മാണ്. 2 ജുംലകൾക്ക് തമ്മിൽ ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുക, സിലത്തിന് വേണ്ടി ഉപയോഗിക്കുക, ചേർക്കാൻ. റഅയ്തു അൽ വലദ, ഞാൻ ബോർഡുമേൽ ഉദാഹരണ സഹിതം എഴുതി പഠിപ്പിച്ചതാണ്. നിങ്ങൾ നോട്ട് ബുക്ക് മറിച്ചാൽ കാണും. റഅയ്തു അൽ വലദ, ഒരു കുട്ടിയെ ഞാൻ കണ്ടു. അല്ലദീ നജഹ ഫിൽ ഇംതിഹാൻ, പരീക്ഷയിൽ വിജയിച്ചവനായ. ആ വലദിനെ നജഹിലേക്ക് ചേർത്തിട്ട് പറയാണ്. അപ്പോൾ ആ 2 സെൻറ്റൻസ് ഒന്നായി. റഅയ്തുൽ വലദ എന്നുള്ള ഫിലും ഫാലും മഫൂലുള്ള ഒരു ജുംലത്ത് മുഫീദാണ്. നജഹ ഫിൽ ഇംതിഹാൻ എന്നുള്ള വേറൊരു സെൻറ്റൻസാണ്. 2നും കൂടി ഒന്നാക്കാൻ വേണ്ടി അടി ചേർത്ത സിലത്തിൻ്റെ നാമമാണെന്ത്?
അല്ലദീ എന്നുള്ളത്. അത് വലദാനി ആണെങ്കിൽ അല്ലദാനി പറയണം. റഅയ്തു വലദാനി ആണെങ്കിൽ അല്ലദാനി, ഔലാദാണെങ്കിൽ അല്ലദീന, ബിൻത്താണെങ്കിൽ അല്ലത്തി, ബിൻത്താനി ആണെങ്കിൽ അല്ലത്താനി, ബനാത്താണെങ്കിൽ അല്ലാത്തി, മാറി മാറി വരും. മനസ്സിലായി പറഞ്ഞത്? ഇവിടെ എന്താ വന്നത്? അല്ലദീന എന്നാണ്. അല്ലദീന ഒരു കൂട്ടർ. കാരണം ഇവിടെ ജമ്മാണ്, യാലമൂനാണ്. യാലമൂൻ എന്നാ വരുന്നത്, ബഹുവചനാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? അല്ലദീന എന്ന് പറഞ്ഞത്. മനസ്സിലാ പറഞ്ഞത്? അപ്പൊ എങ്ങനെ പറയാ? കുൽ, കുൽ ചോദിക്കുക, ഹൽ ആണോ, യസ്തവി സമമാകുന്നു, സമമാകുന്നു, ഹൽ യസ്തവി സമമാകുന്നുവോ, അല്ലദീന ഒരു കൂട്ടർ. ആരാണ് അവർ? യഅലമൂൻ അറിവുള്ളവരാണ്. അലിമ, അലിമ അതിനെ മുളാരിയാണെന്ത്? യഅലമു, അലിമ യഅലമു ഇൽമ്. അലിമ ഇതിൽ ആയത്തിലുള്ള വാക്കെന്താ? യഅലമൂണ്. ഈ യഅലമൂൻ്റെ ബഹുവചനാണെന്ത്? യഅലമൂൻ. യഅലമു എന്ന് പറയുമ്പോൾ അവൻ അറിഞ്ഞു എന്നാണ്, അറിയുന്നു എന്നാണ്. അവൻ അറിയുന്നു അല്ലെങ്കിൽ അറിയും. അവൻ യഅലമു എന്ന് പറഞ്ഞാൽ അവർ നായി, അവർ നായി യഅലമൂൻ എന്ന് പറയുമ്പോൾ. ഇവിടെ അവൻ എന്ന് പറയും. ഗായിബ് മുദക്കറാണ്, മുഫ്രദാണ്. ഇവിടെ എന്താണ്? ഗായിബ് ജമ്മാണ്. അപ്പോൾ യഅലമൂൻ അവർ അറിയുന്നു. എന്താണ്? അവർ അറിയുന്നു, അറിവുള്ളവരാണ്. അപ്പോൾ അല്ലദീന യഅലമൂൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ. അല്ലദീന യഅലമൂൻ. അല്ലദീ ആമന, അല്ലദീ ആമന, ആമന വിശ്വസിച്ചു. അല്ലദീ ആമന വിശ്വസിച്ചവൻ. അല്ലദീ കഫറ, അല്ലദീന ആമനു വിശ്വസിച്ചവർ, അല്ലദീന കഫറു അവിശ്വസിച്ചവർ, അല്ലദീന യഅലമൂൻ അറിവുള്ളവർ, അല്ലദീന യഅലമൂൻ അറിവുള്ളവർ. പിന്നെ ഇനി വല്ലദീന നമുക്ക് എത്തായിട്ടില്ല. വാവ് ആത്തിഫിൻ്റെ വാവാണ്. അല്ലദീന ഒരു കൂട്ടർ, ലാ യഅലമൂൻ, ലാ യഅലമൂൻ ഇതിന് നേരെ വിപരീതം, അറിവില്ലാത്തവർ. അപ്പോൾ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുന്നുവോ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുന്നുവോ? മനസ്സിലായിട്ടില്ല? നമ്മളിപ്പോൾ എവിടുന്ന എന്തിനാണ് ഈ സംഭവം പറഞ്ഞത്? രണ്ട് വിഭാഗത്തെ പറ്റി പറഞ്ഞില്ലേ? ആ രണ്ട് വിഭാഗത്തിനെ മുക്കാറണ ചെയ്യാണ്, താരതമ്യം ചെയ്യാണ്. അത് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹ് പറയുന്ന വേറൊരു വിഷയമാണ് പറഞ്ഞത്. ഇൽമുള്ളവനും ഇൽമില്ലാത്തവനും. അപ്പം നേരത്തെ പറഞ്ഞ ആദ്യത്തെ ആയത്ത് പറഞ്ഞവൻ ഇൽമില്ലാത്തവനും, രണ്ടാമത്തെ ആയത്ത് പറഞ്ഞവൻ ഇൽമുള്ളവനുമാണ്. അപ്പം നമ്മൾ ആഗ്രഹിക്കണത് ഏത് വിഭാഗത്ത് പഠനാ? രണ്ടാമത്തെ വിഭാഗത്ത് പഠനല്ലേ? അല്ലേ? വേണ്ടേ? അതല്ല ആഗ്രഹിക്കണത്. അപ്പം നമുക്ക് എന്ത് വേണം? അങ്ങനെ അതിൽ പഠനമെങ്കിൽ എന്താ വേണ്ടത്? നമ്മളെ കയ്യിൽ എന്താ വേണ്ടത്? ഇൽമ വേണം. ഇതാണ് തദ്ബീറുൽ ഖുർആൻ കേട്ടോ. ഇൽമ വേണം. ഇൽമ എന്ന വാക്ക് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? ഞാൻ പണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇൽമ എന്ന വാക്ക് ഖുർആനിൽ 103 തവണ വന്നിട്ടുണ്ട് കേട്ടോ. എത്ര വട്ടം? 103. ഇൽമ എന്ന വാക്ക്. ഇൽമിൻ്റെ വിപരീതം എന്താ? ഞാനൊരു ക്ലാസ് ചോദിച്ചപ്പോൾ ഇന്ന് രാവിലെ ചോദിച്ച പോലെ ദുൽമ എന്ന്. ഇൽമല്ല ദുൽമ എന്നറിയില്ല. അങ്ങനെ പറഞ്ഞാൽ ഇൽമിൻ്റെ വിപരീതം ദുൽമല്ല, പിന്നെന്താണ്? ഇൽമിൻ്റെ വിപരീതം ജഹിലാണ്. എന്താണ്? ജഹിൽ. അത് ഖുർആനിൽ എത്ര വട്ടം വന്നതെന്ന് അറിയാമോ? ജഹിൽ എന്നുള്ള വാക്ക് ഖുർആനിലില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ പരിശോധിച്ചോളി, കാണിച്ചേരി. ജഹിലി എന്ന വാക്ക്, ജഹിലി എന്ന വാക്ക്, ജഹിൽ പടച്ചോൻ തന്നിട്ടില്ല. ജാഹിലുണ്ട്, ജുഹാലുണ്ട്. ജാഹിലുണ്ട്, ജുഹാലുണ്ട്, കൗമുൻ യജ്ഹലൂനുണ്ട്, കൗമുൻ തജ്ഹലൂനുണ്ട്, ജഹാലത്തുണ്ട്. ഇതൊക്കെ ഉണ്ട്. അതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കണതാണ്. പടച്ചോൻ തന്നിട്ടില്ല ജഹില്. പടച്ചോൻ ഇൽമ തന്നിട്ടുള്ളൂ കേട്ടോ. ജാഹിൽ മനുഷ്യനായതാണ്. ജുഹാൽ എന്ന് പറഞ്ഞാൽ പരമവിഡ്ഢി. ജുഹാല് ജാഹില് വീറില്ലാത്തവൻ, ജുഹാല് പരമവിഡ്ഢി. കൗമുൻ യജ്ഹലൂൻ, കൗമുൻ തജ്ഹലൂൻ.
വിവരമില്ലാത്ത കൗമ്. ജഹാലത്ത് ആരുണ്ടാക്കണതാണ്? മനുഷ്യന്മാരുണ്ടാക്കണതാണ് ജഹാലത്ത്.